ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമയം തീരെ കളയണ്ട, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ടിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈം ആൻഡ് വർക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ, ഓക്കെ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് two persons X and Y can do a piece of work in n days. എന്താ പറയുന്നത്? എക്സ്, വൈ, രണ്ടുപേര് ഒരുമിച്ച് ഒരു വർക്ക്, രണ്ടുപേര് ഒരുമിച്ച് ഒരു വർക്ക് ഒരുമിച്ച് ഒരു വർക്ക് എത്ര ദിവസം കൊണ്ടാ ചെയ്യുന്നത്? n ദിവസം കൊണ്ട് ചെയ്യും. എക്സും വൈയും ഒരുമിച്ച് ഒരു വർക്ക് n ദിവസം കൊണ്ട് ചെയ്യും. എക്സ് മാത്രമായിട്ട് ആ വർക്ക് എത്ര ദിവസം കൊണ്ടാ ചെയ്യുന്നത്? n+3 ദിവസം കൊണ്ട് ചെയ്യുന്നു. വൈ ആ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? n+12 ദിവസം കൊണ്ട് ചെയ്യും. ഇനി എക്സ് എന്ന് പറയുന്ന ആള് ടോട്ടൽ വർക്ക് n+3 കൊണ്ട് n+3 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ടോട്ടൽ വർക്ക് n+3 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും? ടോട്ടൽ വർക്ക് n+3 ദിവസങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/n+3. എക്സിന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1/n+3 ആണ്. അതേപോലെ തന്നെ വൈയുടെ ഒരു ദിവസത്തെ വർക്ക് എത്ര വരും? 1/n+12 എന്ന് വരും അല്ലെ? 1/n+12. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും ചേർന്നിട്ട് ഒരു ദിവസത്തെ വർക്ക് എത്രയായിരിക്കും? എക്സും വൈയും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വർക്ക്, എക്സിന്റെ വർക്ക് 1/n+3, വൈയുടെ വർക്ക് 1/n+12. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും ചേർന്നിട്ട് എത്രയാണ്? 1/n+3 പ്ലസ് 1/n+12 അല്ലേ വരിക? എക്സും വൈയും ചേർന്ന് കഴിഞ്ഞാൽ 1/n+3 പ്ലസ് 1/n+12 ആണ് ഒരു ദിവസം ചെയ്യുക. അതെ. പിന്നെ തന്നിട്ടുണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സും വൈയും ടുഗദർ എത്ര ദിവസം കൊണ്ടാ കംപ്ലീറ്റ് ചെയ്യുക? n ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? ടുഗദർ അവര്
സോറി, ഞാനൊന്ന് ലാപ്പ് ചാർജ് ചെയ്യാൻ പോകുന്നത്. ചാർജ് ഞാൻ പറയുന്നത് എന്താണ്, എക്സും വൈയും കൂടി ചേർന്നിട്ട് n ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും ഒരു ദിവസം, എക്സ് ആൻഡ് വൈ ചേർന്നിട്ട് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? എക്സ് ആൻഡ് വൈ ചേർന്നിട്ട് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? 1/n ആയിരിക്കില്ലേ? 1/n ആയിരിക്കും. ഇപ്പൊ നമുക്ക് കിട്ടി, നേരത്തെ കിട്ടി, എക്സും വൈയും കൂടി ചേർന്ന് ചെയ്യുന്ന വർക്ക് 1/n+3 + 1/n+12 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് എക്സും വൈയും ചേർന്ന് ചെയ്യുന്നത് തന്നെയാണ് 1/n. അപ്പൊ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം? ഈക്വൽ ആന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/n+3 + 1/n+12 എന്ന് പറയുന്നത് 1/n ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ പറയാം. ഇനി നമുക്ക് എന്താ ചെയ്യാ? ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വേഗം സ്പീഡപ്പ് ആക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ n+12 + n+3 divided by n+3 into n+12 equal to 1/n എന്ന് വരും. ഇതെന്ത് വരും? 2n + 15 divided by n² plus 12n plus 3n plus 36 equal to 1/n വരും. സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്ത് നോക്കാം, ഒപ്പം ചെയ്യുക. ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും? (2n + 15 into n equal to n² plus 15n plus 36 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 2n² plus 15n equal to n² plus 15n plus 36 എന്ന് വരും. ചെയ്യുന്നില്ലേ? സംശയം ഉണ്ടോ എവിടെങ്കിലും? n = 6 തന്നെയാണ് ആൻസർ. കറക്റ്റ്. അത് നമുക്ക് 15n ക്യാൻസൽ ചെയ്ത് പോവും. ഈ n² ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ -n² വരും. 2n² - n² എന്ന് പറയുന്നത് n². n² equal to 36 and n equal to 6 എന്ന്. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എല്ലാവർക്കും ഒന്നുമില്ല, കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. 1/n+3 + 1/n+12 equal to 1/n എന്ന് പറയുന്ന സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. സിംപ്ലിഫിക്കേഷൻസ് നിങ്ങൾ ചെയ്തു നോക്കിയാൽ തന്നെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ n = 6 എന്ന് പറയുന്ന ആൻസർ എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിക്കുന്നു. കിട്ടിയില്ലേ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. സംശയമൊന്നും ഇല്ലല്ലോ? n = 6 എന്ന് പറയുന്ന ആൻസർ കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. വാട്ട് നമ്പർ വുഡ് റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ സീരീസ്? ഇത് സീരീസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും
ആ എളുപ്പത്തിൽ ഗ്യാപ്പുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. പക്ഷെ ഇത് കുറച്ച് ആ ഒരു പോർഷനിൽ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സീരീസിൽ വരുന്ന തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സീരീസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ഗ്യാപ്പ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ചെയ്യുക അല്ലെ. അപ്പോ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ്? 1, 6, 18, 44, 98 ഒക്കെയാണ് നമ്പേഴ്സ്. നമുക്ക് വേഗം ചെയ്യാം. 1, 6, 18, 44, 98, 208, 430. ഇവ തമ്മിലുള്ള ഗ്യാപ്പുകൾ കണ്ടുപിടിക്കാം. ഗ്യാപ്പുകൾ ഞാൻ റെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പുകൾ എന്തൊക്കെയാണ്? 1ഉം 6ഉം തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 5. 6ഉം 18ഉം തമ്മിലുള്ള ഗ്യാപ്പ് 12 അല്ലെ. 18ഉം 44ഉം തമ്മിലുള്ള ഗ്യാപ്പ് 26. 44ഉം 98ഉം തമ്മിലുള്ള ഗ്യാപ്പ് 54. അടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത് 1, 1, 10. ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ്. അതെ, 12, 54 അങ്ങനെ വരും. 110 പിന്നെ എന്ത് വരും? ഫൈനലി 2, 2, 2 എന്ന് വരും. അപ്പൊ ഈ ഗ്യാപ്പുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോ ഗ്യാപ്പുകൾ തമ്മിലുള്ള ബന്ധം നോക്കാം. 5ഉം 12ഉം 5 and 12 എന്താണ്? ഉം, 876 ആണ് ആൻസർ. കറക്റ്റ് ആണ്. 5ഉം 12ഉം തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 7 ആണ്. ഗ്യാപ്പുകളുടെ ഗ്യാപ്പ് 5ഉം 12ഉം തമ്മിൽ 7, 12ഉം 26ഉം തമ്മിൽ 14, 26ഉം 54ഉം തമ്മിൽ 28, 54ഉം 110ഉം തമ്മിൽ 56, പിന്നെ 112 അങ്ങനെ പോകും. ഈ 40 എന്ന് പറയുന്നത് എന്താണ്? 40 എന്ന് പറയുന്നത് 7 into 2 ആണ് അല്ലെ, അങ്ങനെ വരും. അപ്പൊ 40 എന്ന് പറയുന്നത് 7 into 2, പിന്നെ 7 into 4 അല്ലെ. 28 എന്ന് പറയുന്നത് 7 into 4, പിന്നെ എന്ത് വരും? പിന്നെ 7 into 8, 7 into 16 അങ്ങനെ പറഞ്ഞു പോവാ ചെയ്യാം. അതായത് നമുക്ക് എന്ത് വേണം? അടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 into 32 ആയിരിക്കും നെക്സ്റ്റ് ഗ്യാപ്പ്. അതായത് 224 ആണ് നെക്സ്റ്റ് ഗ്യാപ്പ്. അപ്പൊ എന്താണ് ഗ്യാപ്പ്? എന്താണ്? 222. അതായത് ഫൈനൽ ഗ്യാപ്പ് പ്ലസ് 224, അതായത് 446 ആയിരിക്കും ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് 446 ആണെങ്കിൽ ഇതെങ്ങനെ കിട്ടും? ഫൈനൽ നമ്പർ 430 പ്ലസ് 446, അതായത് 876 വരും ആൻസർ. ഓക്കെ, ഇപ്പൊ ആൻസർ എല്ലാവർക്കും കിട്ടിയല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സമയം കളയുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി അടുത്തത് നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. നമ്മുടെ ട്രെയിനിന്റെ കണക്ക്, ട്രെയിൻ പ്രോബ്ലംസ് വരുന്നത്. ട്രെയിനിന്റെ പ്രോബ്ലംസിൽ വരുന്ന ഒന്നാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. റിലേറ്റീവ് സ്പീഡ് നിങ്ങൾക്ക് അറിയാം, സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ, സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ആഡ് ചെയ്യണം,
സ്പീഡ് മൈനസ് ചെയ്യണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസുകൾ ആഡ് ചെയ്യണം, സ്പീഡുകളും ആഡ് ചെയ്യണം. ഓക്കെ, ഈ സംഭവം നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് സ്പീഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതും ചെയ്ത് നോക്കൂ. സിമ്പിളാണ്. മെട്രോ ട്രെയിൻ runs at a speed of 45 kilometer per hour, covers a total distance of 72 kilometer on its route from origin to destination. In 2 hours that include stops at intermediate stations. If it stops for 2 minutes at each station, how many intermediate stations are there? എന്താണ് പറയുന്നത്? ഒരു മെട്രോ ട്രെയിൻ ഉണ്ട് അല്ലെ? ഒരു മെട്രോ ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. കുറെ ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻസ് ഉണ്ട്. കുറെ സ്റ്റേഷൻസിൽ ട്രെയിൻ നിർത്തുന്നുണ്ട്. മെട്രോ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ പെർ അവറിന് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ പെർ അവർ. ടൈം എത്ര എടുക്കുന്നേ? ടൈം എന്ന് പറയുന്നത് 2 hours എടുക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരം 72 കിലോമീറ്റർ ആണ്. അതെ, 72 കിലോമീറ്റർ ആണ്. അപ്പോ നമുക്ക് എന്ത് പറയാം? ടൈം ഈക്വൽ ടു, ടൈമിന്റെ ഫോർമുല എന്താ? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? അപ്പോ ഈ ട്രെയിനിന്റെ ഡിസ്റ്റൻസ്, ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ ആണ്. 72 കിലോമീറ്റർ ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലെ? 72/45 അതാണ് ട്രെയിനിന്റെ ടൈം എന്ന് പറയുന്നത്. 72/45. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ ആണ്. മെട്രോ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ ആണ്. കാരണം അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 72/45. 72/45 നമുക്ക് എങ്ങനെ എഴുതാം? 8/5 അവേഴ്സിന് എഴുതാൻ പറ്റും. 8/5 അവേഴ്സിന് എഴുതാൻ പറ്റും. ഈ 8/5 അവേഴ്സിനെ നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തോടെ? മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8/5 into 60 എത്ര വരും? 96 മിനിറ്റ് വരും. അപ്പൊ ട്രെയിൻ, ഇതെന്ന് പറയുന്നത് ട്രെയിൻ ഒരു സ്റ്റേഷനിലും നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 72 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ആ ട്രെയിൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 96 മിനിറ്റ് ആണ്. ഇനി പറയുന്നുണ്ട് ഓരോ സ്റ്റേഷനിലും 2 മിനിറ്റ് നിർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓരോ സ്റ്റേഷനിലും 2 മിനിറ്റ് നിർത്തുന്നുണ്ട്. അങ്ങനെ നിർത്തി ആ ട്രെയിൻ എടുക്കുന്ന സമയം എത്രയാണ്? ട്രെയിൻ എത്ര സമയം എടുക്കും? അങ്ങനെ 2 മിനിറ്റ് നിർത്തി, എല്ലാ സ്റ്റേഷനിലും നിർത്തി ആ ട്രെയിൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം വിത്ത് സ്റ്റോപ്പേജ് എത്ര സമയം എടുക്കുന്നുണ്ട്? 2 മണിക്കൂർ എടുക്കുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എല്ലാ സ്റ്റോപ്പിലും നിർത്തി ആ ട്രെയിൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറിനെ നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തോടെ? 2 into 60 അതായത് 120 മിനിറ്റ് എന്ന് വരും. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞു, ഇതിൽ പറഞ്ഞു ട്രെയിൻ എടുക്കുന്ന സമയം എവിടെയും സ്റ്റോപ്പിൽ എവിടെയും നിർത്താതെ സ്റ്റോപ്പിൽ എവിടെയും നിർത്താതെ 96 മിനിറ്റും സ്റ്റോപ്പിൽ നിർത്തി
എല്ലാ സ്റ്റോപ്പിലും നിർത്തി ട്രെയിൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മിനിറ്റ് ഓരോ സ്റ്റേഷനിലും നിർത്തുന്ന സമയമാണ്. 2 മിനിറ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേഷനിലും നിർത്തുന്ന സമയം. ഓക്കെ, ട്രെയിൻ എടുത്ത മൊത്തം ആ ഒരു ജേർണിയിൽ ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. അതായത് 120 മിനിറ്റ്. എവിടെയും സ്റ്റോപ്പ് ഇല്ലാതെ എത്ര നേരം? 96 മിനിറ്റും സ്റ്റോപ്പോട് കൂടി 120 മിനിറ്റുമാണ്. അപ്പോ ടോട്ടൽ നിർത്തിയ സമയം എത്രയാവും? ടോട്ടൽ സ്റ്റേഷനുകളിൽ നിർത്തിയ സമയം എത്രയാവും? 120 മൈനസ് 96 അല്ലേ? ടോട്ടൽ സ്റ്റേഷനുകളിൽ നിർത്തിയ സമയം 120 മൈനസ് 96, അതായത് 24 മിനിറ്റ് ആണ് മൊത്തം സ്റ്റേഷനുകളിൽ നിർത്തിയ സമയം എന്ന് പറയുന്നത്. മൊത്തം സ്റ്റേഷനുകളിൽ നിർത്തിയ സമയം 24 ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനിൽ 2 മിനിറ്റുമാണ്. അപ്പോ എത്രയാണ്? ടോട്ടൽ എത്ര വരും? 24/2 അല്ലേ? അങ്ങനെ 12 സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റും. അതെ, 12 സ്റ്റേഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ച് നമ്മുടെ ടൈം എല്ലാ ഫോർമുലയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ആൻസർ സി 12 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും ഒന്ന് ചെയ്ത് നോക്കൂ. 2 runners A and B start from diametrically opposite direction. On a circular track in the same direction. If A runs at a constant speed of 8 km per hour and B at a constant speed of 6 km per hour, and A catches up with B in 30 minutes, what is the length of the track? Simple ആണ്. എന്താണ്? എയും ബിയും ഒരു സർക്കുലർ ട്രാക്കിലൂടെ യാത്ര ചെയ്യും അല്ലെ? എയും ബിയും ഒരു സർക്കുലർ ട്രാക്കിലൂടെ യാത്ര ചെയ്യും. റണ്ണേഴ്സ് ആണ്. അവര് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറയുന്നത്. ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതല്ലേ ഡയമീറ്റർ? ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ്. അപ്പോ എ ഇവിടെ നിന്നും തുടങ്ങി, ബി ഇവിടെ നിന്നും തുടങ്ങി. ഓക്കെ, അവിടെ നിന്നാണ് അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സർക്കുലർ ട്രാക്ക് ആണ്, ഓപ്പോസിറ്റ് പോയിന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലാണ് അവർ പോകുന്നത്. എ ഈ ഡയറക്ഷനിൽ പോകുന്നു, സെയിം ഡയറക്ഷനിൽ തന്നെയല്ലേ ബിയും പോകുന്നത്. ഓക്കെ, റിലേറ്റീവ് സ്പീഡിന്റെ കേസാണ്. സെയിം ഡയറക്ഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് കുറയ്ക്കണം. സെയിം ഡയറക്ഷനിൽ വരുമ്പോൾ സ്പീഡ് കുറയ്ക്കണം. അപ്പൊ ഇവിടുത്തെ സ്പീഡ് എന്തായിരിക്കും? റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? സെയിം ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്പീഡ് കുറയ്ക്കണം. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മള് സർക്കിൾ ഇല്ലേ, സർക്കിളിന്റെ സെന്റർ ഉണ്ടല്ലോ, സെന്ററിൽ കൂടെ വരുന്നത് നമ്മുടെ ആരം, റേഡിയസ് പറയില്ലേ, ആരത്തിന്റെ ഇരട്ടി. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്നൊക്കെ പറയില്ലേ, സർക്കിളിന്റെ വ്യാസം. ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ്, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യാസം. ഓക്കെ, അതാണ് ഡയമീറ്റർ. അപ്പൊ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് എന്താ? സ്പീഡ് എന്ന് പറയുന്നത് നമ്മള് തന്നിരിക്കുന്ന സ്പീഡുകളുടെ മൈനസ് ചെയ്യാൻ വേണ്ടേ, സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ. ഇവിടെ എയുടെ സ്പീഡ് 8 km/h ബിയുടെ സ്പീഡ് 6 km/h ആണ്. അപ്പൊ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? 8 - 6 ആയിരിക്കും, അതായത് 2 km/h ആയിരിക്കും. നമുക്ക് ലെങ്ത് ഓഫ് ദി ട്രാക്ക് ആണ് കാണേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട് എ എന്ന് പറയുന്ന ആള് ഓടി ബിയുടെ അടുത്ത് എത്തുന്നു. എ എന്ന് പറയുന്ന ആള് ഓടി, എയും ബിയും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എ എന്ന് പറയുന്ന ആള് ബിയുടെ അടുത്ത് എത്തുന്നു. ആ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? എത്താൻ എടുക്കുന്ന സമയം
30 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. എത്താൻ എടുക്കുന്ന സമയം 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 30 മിനിറ്റ് എന്ന് പറയുന്നത് അരമണിക്കൂറല്ലേ? 1/2 അവർ ആണ്. അപ്പൊ അവിടെ റിലേറ്റീവ് സ്പീഡും കിട്ടി, ടൈമും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? 2 ഇൻറ്റു 1/2, അതായത് 1 കിലോമീറ്റർ എന്ന് പറയും. പക്ഷെ 1 കിലോമീറ്റർ അല്ല ആൻസർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ദി ട്രാക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ലെങ്ത് ഓഫ് ദി ട്രാക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ തന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന ആള് ബിയുടെ അടുത്ത് എത്താൻ എടുത്ത സമയമാണ്. രണ്ടുപേരും ഓടുന്നുണ്ട്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ് അവർ തുടങ്ങിയെന്ന് പറയുമ്പോൾ, അപ്പോ ഇവര് രണ്ടുപേരും അടുത്തെത്തുമ്പോൾ ഇവര് പകുതി ദൂരം മാത്രമേ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. ആ ട്രാക്കിന്റെ പകുതി ദൂരം മാത്രമേ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അതിനു വേണ്ടി എടുത്ത സമയമാണ് 30 മിനിറ്റ്. അപ്പോ കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 1 കിലോമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്രാക്കിന്റെ ലെങ്ത് എത്രയായിരിക്കും? ലെങ്ത് ഓഫ് ട്രാക്ക് എത്രയായിരിക്കും? പകുതി. അതിന്റെ പകുതി മാത്രമേ ഉള്ളൂ. ലെങ്ത് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, 2 കിലോമീറ്റർ. ആൻസർ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആവറേജസ് എന്ന് പറയുന്ന പോർഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആവറേജസ് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആവറേജും നമ്മുടെ ഏജ് റിലേഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. തന്നിട്ടുണ്ട് 3 years ago, the average age of A, B, C was 27, and that of B and C 5 years ago was 20. A's present age is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? 3 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പൊ നമ്മുടെ പ്രസന്റ് ഏജ്, ഇപ്പോഴത്തെ അവരുടെ ഏജിനെ, കറണ്ട് ഏജിനെ ഞാൻ എ, ബി, സി കൊണ്ട് ഡിനോട്ട് ചെയ്തു. എയുടെ കറണ്ട് ഏജ് എന്ന് പറയുന്നത് എ, ബിയുടെ കറണ്ട് ഏജ് ബി, സിയുടെ കറണ്ട് ഏജ് സി. ഇപ്പോഴത്തെ ഏജ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 വർഷം മുമ്പ് അവരുടെ ഏജിന്റെ ആവറേജ് എന്ന് പറയുന്നത് 27 ആയിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് എയുടെ ഏജ് എന്തായിരിക്കും? A-3 ആയിരിക്കും. ആവറേജ് എന്ന് പറയുന്നത് സം ബൈ നമ്പർ അല്ലേ? അപ്പോ എയുടെ ഏജ് A+A-3 ആയിരിക്കും, ബിയുടെ ഏജ് B-3 ആയിരിക്കും, സിയുടെ ഏജ് C-3 ആയിരിക്കും, ഡിവൈഡഡ് ബൈ 3, ഏജ് ബൈ നമ്പർ. ആവറേജ് എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 27 ആയിരുന്നു എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A+B+C -9 divided by 3 equal to 27, 27 എന്ന് വരും. ഇതിൽ നിന്ന് A+B+C -9 നമുക്ക് എന്ത് വരും? 27 into 3, 27 into 3 81 എന്ന് വരും, അല്ലെ? അപ്പോ അല്ലെങ്കിൽ A+B+C നമുക്ക് എന്ത് കിട്ടും? 90 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി തന്നിട്ടുണ്ട്
and that of B and C 5 years ago was 20. ഹലോ, 5 വർഷങ്ങൾക്ക് മുൻപ് ബി ആൻഡ് സിയുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? അവരുടെ ആവറേജ് എന്ന് പറയുന്നത് and that of B and C 5 years ago was 20 years. അപ്പൊ 5 വർഷങ്ങൾക്ക് മുൻപ് ബിയുടെ ഏജ് എത്രയായിരിക്കും? ബി -5 ആയിരിക്കും. സിയുടെ ഏജ് C-5 ആയിരിക്കും. അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ B+C-10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 20 എന്ന് വരും അല്ലെ? B+C എന്ന് പറയുന്നത് B+C-10 എന്ന് പറയുന്നത് 40 വരും. B+C 50 അല്ലേ വരിക? B+C 50 ആണ് വരിക. A = 40 ആണ് ആൻസർ. ഓക്കെ, B+C 50 വരും. അപ്പൊ നമ്മള് എന്ത് കിട്ടി? B+C എന്ന് പറയുന്നത് 50 എന്ന് കിട്ടി. പിന്നെ A+B+C 90 എന്ന് കിട്ടി. ആ A+B+Cയില് B+Cക്ക് പകരം നമ്മൾ 50 കൊടുക്കുമ്പോ എന്ത് കിട്ടും? A+50 = 90 എന്ന് വരും. ആൻഡ് A = 40. എയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 40. ഓക്കെ, ക്ലിയർ ആയില്ലേ ഇപ്പൊ? ഓക്കെ, അപ്പൊ നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമിലർലി വരുന്ന ആവറേജും വരുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അതെ, ആവറേജിൽ നിന്ന് വരുന്ന ഒരു പ്രോബ്ലം തന്നെ. ആവറേജ് ആൻഡ് ഏജ് റിലേഷൻസ്, ഒരു ക്ലബ്ഡ് ക്വസ്റ്റ്യൻ. നോക്കി നോക്കൂ. The average age of a family of 6 members is 22 years. Age of the youngest member will be 7 years. What was the average age of family at the birth of the youngest member? ആദ്യം തന്നെ ഒരു ഫാമിലി, 6 ആൾക്കാരുള്ള ഒരു ഫാമിലിയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 22 വയസ്സാണ് തന്നിട്ട്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ബൈ നമ്പർ ആണ് ആവറേജ് എന്ന് പറയുന്നത് അല്ലെ? ടോട്ടൽ ബൈ നമ്പർ ആണ് ആവറേജ്. ആവറേജ് എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 22 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പോ 6 മെമ്പേഴ്സ് ആണ്. അപ്പൊ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ ടോട്ടൽ ബൈ 6 എന്ന് പറയുന്നത് 22 ആണ്. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ ഏജ് എത്രയായിരിക്കും? 22 × 6, അതായത് 132 എന്ന് ആൻസർ വരും. അതായത് ഒരു ഫാമിലി, 6 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയുടെ ഏജിന്റെ ആവറേജ് ആണ് 22 എന്ന് പറയുന്നത്. ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ബൈ നമ്പർ ആണ്. അപ്പൊ ടോട്ടൽ ബൈ എത്ര ആൾക്കാരുണ്ട്? 6 പേരുണ്ട്. ഈക്വൽ ടു എത്ര? 22 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 132 എന്ന് കിട്ടി. ഇനി ഏജ് ഓഫ് ദി യങ്ങസ്റ്റ് മെമ്പർ എത്രയാണ്? 7. ഏറ്റവും ചെറിയ ആളുടെ, യങ്ങസ്റ്റ് മെമ്പറിന്റെ ഏജ് 7 ആണ്. ഇനി ആവറേജ് ഏജ് ഓഫ് ദി ഫാമിലി അറ്റ് ദി ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് മെമ്പർ.
ഈ ഏറ്റവും ചെറിയ ആള് ജനിക്കുമ്പോ ഉള്ള ഈ ഫാമിലിയുടെ ആവറേജ് ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലെ? ആ അയാളുടെ ചെറിയ ആളുടെ വയസ്സ് 7 അപ്പൊ നമ്മൾ എത്ര വർഷം മുന്നത്തെ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്? ബിഫോർ 7 ഇയേഴ്സ് ഏജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ആ 7 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ അവരുടെ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ ഏജ് എത്രയാണ്? 132 ആണ് ഇപ്പോഴത്തെ ടോട്ടൽ ഏജ്. ആ 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആളില്ലല്ലോ, ഈ ചെറിയ ഈ ആളില്ല. അപ്പൊ അവരുടെ എത്രയാവും? 132 - 7. അയാളെ എന്തായാലും നമുക്ക് ഒഴിവാക്കാം. 132 - 7 എത്രയാണ്? 125 എന്ന് വരും. പിന്നെ ഇനി ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ കാണണം. 125 ആണ്. പിന്നെ എല്ലാവർക്കും 5 വയസ്സ് കുറവാകുമല്ലോ. എല്ലാവർക്കും 5 വയസ്സ് കുറവായിരിക്കും. ബാക്കി എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 5 പേരുണ്ട്. എല്ലാവർക്കും 7 വയസ്സ് കുറവായിരിക്കും. 7 വർഷങ്ങൾക്ക് എല്ലാവർക്കും 7 വയസ്സ് കുറവായിരിക്കും. അപ്പൊ 125 - 35 വരും. 125 - 35 അതായത് 90 എന്ന് വരും. അപ്പൊ 90 ആണ് 7 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ആവറേജ് എന്ത് വരും? ടോട്ടൽ ബൈ നമ്പർ. ടോട്ടൽ ബൈ നമ്പർ. ഇവിടെ 5 ആണ്. 5 എടുക്കാൻ കാരണം 5 പേരല്ലേ ഉള്ളൂ, ഒരാൾ ജനിച്ചിട്ടില്ലല്ലോ. 90/5 അതായത് 80 എന്ന് വരും ആവറേജ്. മനസ്സിലായോ? സംശയമുണ്ടോ? ചെയ്ത് നോക്കുമ്പോ ഈസി ആവുന്നുണ്ട് അല്ലെ? പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോ ഇപ്പൊ മനസ്സിലായില്ലേ ഇതെങ്ങനെ ചെയ്യണം? നമ്മള് മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മള് ഓരോ ലൈനും വായിച്ചു നോക്കാം. മാത്സിന്റെ ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ വേറെ ഒന്നും ഇതൊന്നും പുറത്തുനിന്ന് എടുത്തിട്ടില്ല, ഇല്ലല്ലോ. ആ ഓരോ ലൈനിൽ വായിച്ചു നോക്കി നമ്മൾ അതിന്റെ സ്റ്റെപ്പ് ചെയ്യണേ. ഫസ്റ്റത്തെ ലൈൻ വായിച്ചു നോക്കി നമുക്ക് എന്താണോ മനസ്സിലായത് നമ്മൾ മാത്സിന്റെ രൂപത്തിൽ എഴുതി. അടുത്ത വരി വായിച്ചു നോക്കി നമുക്ക് മനസ്സിലായത് നമ്മൾ മാത്സിന്റെ രൂപത്തിൽ എഴുതി. അങ്ങനെ ഫൈനലി നമുക്ക് ആൻസർ കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്നും ഈ ക്വസ്റ്റ്യന്റെ പുറത്തു നിന്നും ഒന്നും കൊണ്ടുവരുന്നില്ല. എല്ലാം ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. നമ്മൾ അതിനെ ഒന്ന് ആ ക്വസ്റ്റ്യന്റെ ഒരു ഫോമിനെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് കുറച്ച് മനസ്സിലാവുന്ന രീതിയിലൊക്കെ എഴുതിയിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക എന്ന് മാത്രം, അല്ലെ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയാ? 18 അല്ലേ? സി. ഇനി കുറച്ച് പോയിന്റുകൾ വേണം നിങ്ങൾക്ക്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റുന്ന ആവറേജസിൽ വേഗം കിട്ടുന്ന പോയിന്റുകളാണ്. ഇതില് സം ഓഫ് ഫസ്റ്റ് n ഈവൺ നമ്പേഴ്സ്, ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × n+1 ആണ്. അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഒരു ഫസ്റ്റ് 4 ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഫസ്റ്റ് 4 ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരും? ഈവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ? അപ്പൊ ഫസ്റ്റത്തെ ഈവൺ നമ്പർ 2. ആദ്യത്തെ 4 എന്ന് പറയുമ്പോൾ 2, 4, 6, 8. ഇതാണ് ആദ്യത്തെ 4 ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് n ഈവൺ നാച്ചുറൽ നമ്പേഴ്സ്, അതിന്റെ സം എന്ന് പറയുന്നത് n × n+1 ആണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ ആവറേജ് എന്തായിരിക്കും? അപ്പൊ ആവറേജ് ഓഫ് ഫസ്റ്റ് n ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n+1 ആണ്. ആവറേജ് ഓഫ് ഫസ്റ്റ് n ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n+1 ആണ്. അതേപോലെ തന്നെ ആവറേജ് ഓഫ് ഫസ്റ്റ് n
ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ എന്നും ആണ്. ഓക്കെ, ഈ രണ്ടെണ്ണം ഓർത്തിരിക്കുക. ആവറേജ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്ത് നോക്കാതെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് രണ്ടെണ്ണം ഓർത്തിരുന്നാൽ ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ n+1ഉം ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് എന്നും ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? അതിൽ നിന്ന് ഫൈൻഡ് ദി ആവറേജ് ഓഫ് 1, 3, 5, 7, 9, 11 etc. to 25 terms. അതെ, 25 ആൻസർ കിട്ടും അല്ലെ? ഇവിടുത്തെ n എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? 25 ടേംസ് വരുമ്പോ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ എത്ര വരും? 25 ആൻസർ വരും. ഓക്കെ, സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇത് നമുക്ക് അറിയില്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മള് ഫുൾ ആഡ് ചെയ്ത് പിന്നെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ വരുമായിരുന്നു അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഇസ് ബി 25. ഇനി ഇതിലില്ല ക്വസ്റ്റ്യൻ. ഇനി ഓഡ് നാച്ചുറൽ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഓഡ് നമ്പേഴ്സ് അപ് ടു 100 എന്താണ് ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 100 എന്തായിരിക്കും? ചെയ്യാൻ പറ്റൂ? 100 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ 100 വരെയുള്ള എന്താണ് ഓഡ് നമ്പേഴ്സ്. ഇവിടെ എന്താണ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആവുമ്പോഴാണ് n. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് നമുക്ക് അറിയില്ലല്ലോ. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 100 എന്താണ്? 1, 3, 5 എക്സെട്ര അപ് ടു 99 അല്ലേ? എക്സെട്ര അപ് ടു 99 വരും അല്ലെ? അപ്പോ എത്ര ടേംസ് ഉണ്ട്? n ടേംസ് ആണ്. ഫസ്റ്റ് n ടേംസ്. അപ്പൊ ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 1, 3, 5 എക്സെട്ര 99. എത്ര ടേംസ് ഉണ്ട്? ഫുൾ എഴുതി നോക്കണ്ട. കാരണം 1, 3 എല്ലാം ഒരു ഓൾട്ടർനേറ്റിംഗ് അല്ലേ? 100 വരെ 100 നമ്പേഴ്സ് ഉണ്ട്. അതിന്റെ ഒന്നിടവിട്ടിട്ട് ഈ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? ഇത് 50 നമ്പേഴ്സ് ഉണ്ടായിരിക്കില്ലേ? 50 നമ്പേഴ്സ് ഉണ്ടായിരിക്കില്ലേ? ടോട്ടൽ 100 നമ്പേഴ്സ് ആണ്. 100 വരെയുള്ള നമ്പേഴ്സ് ഒന്നിടവിട്ടിട്ട് ഒന്നിടവിട്ടിട്ട് ഓഡ് നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലെ? അപ്പോ എത്ര ടേംസ് ഉണ്ട്? 50 ടേംസ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. n എന്ന് പറയുന്നത് 50 ആണ്. അപ്പോ ആവറേജ് നമുക്ക് 50 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കൺഫ്യൂഷൻ വരും. അപ് ടു 100 എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോ തെറ്റാനുള്ള സാധ്യതയുണ്ട്. n ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എത്ര എണ്ണം അവിടെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് ഫോർമുല ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഫോർമുല അല്ല, ആ ഒരു കൺസെപ്റ്റ്. ഇത് ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ ആണ്.
Running with 35 kilometer per hour, a train can cross a platform in 18 seconds, while it can cross a boy who is running with 5 kilometer per hour in the same direction in 9 seconds. What is the length of the platform? ഇവിടെ എന്താണ്, ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുന്നു, അല്ലെ? ഞാനൊരു പ്ലാറ്റ്ഫോം വരയ്ക്കാം. ഒരു പ്ലാറ്റ്ഫോം, ഒരു ട്രെയിൻ. ആ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുന്നു. പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ എത്തും? ഈ ട്രെയിനിന്റെ ഫുൾ ഇവിടെ എത്തും. ഈ ട്രെയിനിന്റെ ഫുൾ ഇവിടെ എത്തും. ആ ട്രെയിൻ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 35 കിലോമീറ്റർ പെർ അവർ ആണ്. ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അപ്പൊ നമ്മള് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോമിനെ പി എന്ന് കൊടുത്തു. ട്രെയിനിന്റെ ലെങ്ത് നമുക്കറിയില്ല. ലെങ്ത് ഓഫ് ട്രെയിനിനെ ടി എന്നും കൊടുത്തു. ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോമിനെ പി എന്നും ലെങ്ത് ഓഫ് ട്രെയിനിനെ ടി എന്നും കൊടുത്തു. ഫസ്റ്റ് തന്നിട്ടുണ്ട് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 35 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുണ്ട്, അല്ലെ? ആ സ്പീഡ് വെച്ചിട്ട് ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 18 സെക്കൻഡ് ആണ്, അല്ലെ? ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിന്റെ ഇവിടെ മുതൽ തുടങ്ങി ഇവിടം വരെ ആ ട്രെയിൻ ക്രോസ് ചെയ്തു, അല്ലെ? ട്രെയിൻ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഈ പ്ലാറ്റ്ഫോം ഉണ്ട്. പ്ലാറ്റ്ഫോമിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെ ട്രെയിൻ ഉണ്ട്. ട്രെയിൻ അല്ല, ഇവിടെ വരെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഒരു ട്രെയിൻ ഇവിടുന്ന് തുടങ്ങി, പ്ലാറ്റ്ഫോമിന്റെ തുടക്കത്തിൽ നിന്ന് തുടങ്ങി ഫൈനലി ട്രെയിൻ ഇവിടെ എത്തി. ട്രെയിനിന്റെ ഏറ്റവും ലാസ്റ്റ് ബോഗി വരെ കടന്നു പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിന് ഈ പ്ലാറ്റ്ഫോമിനെ കടക്കാൻ എടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്? എത്ര ഡിസ്റ്റൻസ് അവിടെ കവർ ചെയ്തു? പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്തും കവർ ചെയ്തു, ഈ ട്രെയിനിന്റെ ലെങ്ത്തും ഫുള്ളായിട്ട് കവർ ചെയ്തു. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? പി പ്ലസ് ടി ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പി പ്ലസ് ടി. പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്തും കവർ ചെയ്തു, ട്രെയിനിന്റെ ലെങ്ത്തും കവർ ചെയ്തു. അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്പീഡ് എത്രയാണ്? സ്പീഡ് എന്ന് പറയുന്നത് 35 കിലോമീറ്റർ പെർ അവർ ആണ്, അല്ലെ? പക്ഷെ ടൈം സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. ടൈം സെക്കൻഡിലാണ് തന്നിട്ടുള്ള കാരണം നമ്മൾ 35നെ മാറ്റണ്ടേ. 35 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. 35 ഇൻറ്റു 5/18 വരും. എന്ത്? ഇതാണ് സ്പീഡ്. 35 ഇൻറ്റു 5/18 ആണ് സ്പീഡ്. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പി പ്ലസ് ടി ആണ്. ടൈം നമുക്ക് 18 സെക്കൻഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോ പി പ്ലസ് ടി, അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എന്ന് പറയുന്നത് 35 ഇൻറ്റു 5/18 ഇൻറ്റു ടൈം എത്രയാണ്? ഇൻറ്റു 18 സെക്കൻഡ് എന്ന് വരും, അല്ലെ? അപ്പൊ നമുക്ക് ഈ 18 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് പി പ്ലസ് ടിയുടെ വാല്യൂ എന്ത് കിട്ടും? 35 ഇൻറ്റു 5, അതായത് 175 എന്ന് കിട്ടും. പി പ്ലസ് ടി ഈക്വൽ ടു 175 എന്ന് കിട്ടും. 175 വരെ കിട്ടിയത് ക്ലിയർ അല്ലേ?
ആദ്യം ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ കടക്കാൻ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. സ്പീഡും അപ്പൊ ഡിസ്റ്റൻസ് പറയുന്നത് പ്ലാറ്റ്ഫോമിന്റെ നീളവും ട്രെയിനിന്റെ നീളവും കൂടിയായിരിക്കും. അപ്പൊ നമുക്ക് 175 കിട്ടി. ഇനി തന്നിട്ടുണ്ട് ഈ ട്രെയിൻ തന്നെ ഒരു മനുഷ്യനെ കടക്കാൻ, ഒരു കുട്ടിയെ കടക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു കുട്ടിയെ കടക്കാൻ എടുത്ത സമയം എത്രയാണ്? 9 സെക്കൻഡ് ആണ് അല്ലെ? 9 സെക്കൻഡ് ആണ്. ഈ കുട്ടി ഓടുന്നുണ്ട്, ഈ കുട്ടി ഓടുന്നുണ്ട്. ഈ കുട്ടിയുടെ സ്പീഡ് എത്രയാണ്? കുട്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 5 km/h ആണ് കുട്ടിയുടെ സ്പീഡ്. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഇവിടെയും റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന സംഗതി, ട്രെയിനിന്റെ സ്പീഡ് 35 km/h ആണ്, കുട്ടിയുടെ സ്പീഡ് 5 km/h ആണ്. രണ്ടുപേരും സെയിം ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്ത് വന്നു? രണ്ട് സ്പീഡുകളും കുറച്ചാൽ മതി. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ രണ്ട് സ്പീഡുകളും കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് റിലേറ്റീവ് സ്പീഡ് എന്ന് വരും 35 മൈനസ് 5 വരും, അതായത് 30 km/h എന്ന് വരും. അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രെയിൻ ആ കുട്ടിയെ കടക്കാൻ എടുത്ത ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കില്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും അല്ലെ? ട്രെയിനിന്റെ ലെങ്ത് ടി. പിന്നെയും ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടി, സ്പീഡ് എന്ന് പറയുന്നത് 30 km/h ആണ്. km/h നമ്മൾ 30 ഇൻറ്റു 5/18 ചെയ്യണം. 30 ഇൻറ്റു 5/18 ചെയ്യണം. ഇൻറ്റു പിന്നെ എന്തുകൂടി വരും? 30 ഇൻറ്റു 5/18 ഇൻറ്റു സ്പീഡ് ഇൻറ്റു ടൈമും കൂടി വരും, ഇൻറ്റു 9 കൂടി വരും. ഫിഫ്റ്റീൻ ഇൻറ്റു 5 അല്ലേ വരിക? 15 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 75 ആണ് ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. 75 ആണ് ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ട്രെയിനിന്റെ ലെങ്ത് 75 ആണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നമുക്ക് അറിയില്ലേ? P+T 175 എഴുതിയിട്ടുണ്ട്. അപ്പൊ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ് നമുക്ക് കിട്ടും. 100 മീറ്റർ. അതെ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനും ക്ലിയർ ആയി. അപ്പോ ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ കടക്കുന്നു എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ ഫുൾ ലാസ്റ്റത്തെ ബോഗി വരെ കടക്കുന്നുണ്ട്. അതായത് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് പ്ലസ് ട്രെയിനിന്റെ ലെങ്ത് ആണ്. ഇത്രയല്ലോ ആൻസർ ഡി, 100 മീറ്റർ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കൂ. A train passes a man and a bridge of 26 man and a bridge of 260 meter long in 8 seconds and 10 seconds respectively. What is the speed of the train? ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ ഒരാളെ ക്രോസ് ചെയ്യുന്നു. ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ ആളെ ക്രോസ് ചെയ്യാൻ പാസ് എ മാൻ ആൻഡ് എ ബ്രിഡ്ജ് ഓഫ് 260 മീറ്റർ ലോങ് ഇൻ 8 സെക്കൻഡ് ആൻഡ് 10 സെക്കൻഡ്. മാനിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്?
8 സെക്കൻഡ് ആണ് മാനിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ ആയിരിക്കും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ ആയിരിക്കും. ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല, നമ്മൾ ടി എന്ന് കൊടുത്തു. 8 സെക്കൻഡ് ആണ്. സ്പീഡ് നമുക്കറിയില്ല, ട്രെയിനിന്റെ സ്പീഡ് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ഈക്വൽ ടു ടി ആണ്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടി ഈക്വൽ ടു സ്പീഡ് നമുക്കറിയില്ല, സ്പീഡ് ഇൻറ്റു 8 എന്ന് വരും. അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ട്രെയിൻ ഒരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ട്രെയിൻ ഒരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെടുക്കുന്ന സമയം 10 സെക്കൻഡ് ആണ്. ആ ബ്രിഡ്ജിന്റെ ലെങ്ത് 260 മീറ്റർ ആണ്. 260 മീറ്റർ ആണ്. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ബ്രിഡ്ജിന്റെ ലെങ്ത് 260 മീറ്റർ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ? സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? സ്പീഡ് നമുക്ക് അറിയില്ല. സ്പീഡ് ഇൻറ്റു 10 സെക്കൻഡ് എന്ന് വരും. ടി പ്ലസ് 260 എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു 10 സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ മുന്നേ എന്താണ്? ടി ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു 8 എന്നും ഇവിടെ ടി പ്ലസ് 260 ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു 10 സെക്കൻഡ് എന്നും കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ എഴുതാം, ടി ഈക്വൽ ടു 10s പ്ലസ് 10s മൈനസ് 260 എന്ന് എഴുതിക്കോടെ. 10 സ്പീഡ് മൈനസ് 260 ടി ഈക്വൽ ടു 10 ഇൻറ്റു സ്പീഡ് മൈനസ് 260 എന്ന് എഴുതാം. മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടി ഈക്വൽ ടു എന്താന്ന് കിട്ടിയിട്ടുണ്ട്? ഇതിന്റെ മുന്നേ ടി ഈക്വൽ ടു 8s സ്പീഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. 8 സ്പീഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ? 10 സ്പീഡ് മൈനസ് 260 ഈക്വൽ ടു 8 സ്പീഡ് എന്ന് വരും. ഈ 8 സ്പീഡിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, 260നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 സ്പീഡ് ഈക്വൽ ടു 260. 2 സ്പീഡ് ഈക്വൽ ടു 260 എന്ന് വരും. സ്പീഡ് എത്ര വരും? 130 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ക്ലിയർ ആയോ? 130 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരുന്ന ആൻസർ എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ്? ട്രെയിനിന്റെ ലെങ്ത് ഒരു ബ്രിഡ്ജിനെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെ ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ലെങ്ത് എന്താണെന്നും, അതേപോലെ തന്നെ ഒരു മനുഷ്യനെ ക്രോസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ലെങ്ത് ആ ട്രെയിനിന്റെ ലെങ്ത് തന്നെ ആയിരിക്കും എന്നും ശ്രദ്ധിക്കണം. ആൻസർ എ. ആൻസർ ബി ആണ്. അത് കോപ്പി ചെയ്തപ്പോ വന്ന തെറ്റാണ്. 130 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കേട്ടോ. ഇത് ടൈപ്പ് ചെയ്തപ്പോ വന്ന മിസ്റ്റേക്ക്. ഇനി ഈ ഫോർമുലാസും കൂടി നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഫോർമുലാസ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ആവറേജിന്റെ കേസിൽ ഫസ്റ്റ് n ഈവൺ നാച്ചുറൽ നമ്പേഴ്സിന്റെ n+1 ഓഡിന്റെ n ആണെന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n+1/2 ആണ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് n+1/2 ആണ്. ഇത് നോട്ട് ചെയ്തോളൂ. പിന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ചെയ്യാം. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 40 നാച്ചുറൽ നമ്പേഴ്സ്? സിമ്പിൾ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഈ ഒരു ഫോർമുലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത്
n പ്ലസ് 1/2 ആ നമുക്കറിയാം. അപ്പൊ ഇവിടെ n എന്താണ്? ഇവിടെ n എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ നമുക്ക് 41/2 വരില്ലേ? 41/2 എന്ന് പറയുന്നത് എത്ര വരും ആൻസർ? 20.5 ആൻസർ വരും. ഇസ് ഈക്വൽ ടു 20.5. അപ്പൊ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 24. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് 1, 2, 3 അതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകൾ ഉണ്ടല്ലോ, എണ്ണൽ സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ്. 1, 2, 3. ആ പോയിന്റ് ഇല്ലാത്ത നമ്പർ 1, 2, 3, 4, 5, 6, 7, 8 സാധാ നമ്പർ ഉണ്ടല്ലോ, അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ആ പോയിന്റ് ഇല്ലാത്ത നമ്പർ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോ നാച്ചുറൽ നമ്പേഴ്സ് ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് n+1/2. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 20.5. അപ്പൊ നമ്മളൊരു 10 ക്വസ്റ്റ്യനോളം ഇന്ന് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ 10 ക്വസ്റ്റ്യനിൽ എവിടെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ? എന്തെങ്കിലും ഒരു പോർഷനിൽ ഇപ്പൊ ആവറേജിന്റെയും ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ആണ് അധികം ഡീൽ ചെയ്തത് തോന്നുന്നു. ടൈം ആൻഡ് ഡിസ്റ്റൻസ് അപ്പൊ എന്തായാലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആവറേജും അതെ. ആവറേജിന്റെ ഞാൻ അധികം ഒരു ആവറേജ് എന്നതിന് പകരം അതും ഏജ് റിലേഷനും കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഉൾക്കൊള്ളിച്ചത്. അപ്പൊ അങ്ങനത്തെ ആയിരിക്കും കൂടുതൽ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്ത വരെ ക്വസ്റ്റ്യൻസിലും ആൻസേഴ്സിലും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? എല്ലാ സ്റ്റെപ്പും ക്ലിയർ ആയിട്ടില്ലേ? എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ അറ്റംപ്റ്റ് ചെയ്യണം. ഇനി നിങ്ങൾ പിന്നെയും കേട്ട് നോക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ കേട്ട് നോക്കുക. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തല്ലേ? സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.